നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഫ്രീബർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റൺ വില്ല കിരീടം ചൂടിയല്ലോ. ഒടിഞ്ഞ കൈവിരലുമായിട്ടാണ് താൻ ഫൈനൽ കളിച്ചതെന്ന് കളിക്ക് ശേഷം ആസ്റ്റൺ വില്ലയുടെ അർജന്റീൻ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ക്ലീൻ ഷീറ്റ് തന്നെ സ്വന്തമാക്കി. അല്ലെങ്കിലും ഫൈനലുകളിൽ പരാജയപ്പെടുക എന്നൊന്ന് എമിലിയാനോ മാർട്ടിനസിനില്ല. 7 ഫൈനലുകളാണ് അദ്ദേഹം കളിച്ചത്. 7ലും അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ചിട്ടുണ്ട്. നോക്കുക, 2020 FA കപ്പിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലിൽ കളിച്ച് ജയിച്ച് 2020 FA കമ്മ്യൂണിറ്റി ഷീൽഡിൽ ഇതുപോലെ ഫൈനലിൽ ജയിച്ച് മുത്തമിട്ടു. 2021 കോപ്പ അമേരിക്ക, 2022 ഫൈനലിൽ സീമ, 2022 ഫിഫ വേൾഡ് കപ്പ്, 2024 കോപ്പ അമേരിക്ക, ഒടുവിൽ ഇത് 2026 യുവേഫ യൂറോപ്പ ലീഗ് ഫൈനലിൽ മുത്തമിട്ടിരിക്കുന്നു. കിരീടം ചൂടിയിരിക്കുന്നു. 100% അദ്ദേഹത്തിൻ്റെ ഫൈനലിലെ റെക്കോർഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ 7 കളികളിലെ ഫൈനലിലെ കളികളുടെ കണക്ക് നോക്കിയാൽ 7 മാച്ചസിൽ അദ്ദേഹം കൺസീഡ് ചെയ്ത 5 ഗോളുകളാണ്. അത് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ 3 ഗോളുകൾ കൺസീഡ് ചെയ്ത അടക്കമാണ്. 18 സേവുകൾ അദ്ദേഹം നടത്തി. 9 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നാണ്. ഫൈനലിലാണ് ഇത് ചെയ്യുന്നത്. ആ സമയത്തെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നോക്കണം. എന്ത് രണ്ടാൽ കൊലോ മുവാനിയുടെ ഷോട്ട് തടഞ്ഞത് ഇന്നും അർജന്റീനക്കാരുടെ ഇടനെഞ്ചിലില്ലേ. 78 ബോളുകൾ അദ്ദേഹം 78% ബോളുകൾ അദ്ദേഹത്തിന് നേരെ വന്ന് സേവ് ചെയ്തിട്ട് 4 ക്ലീൻ ഷീറ്റുകൾ. 7 ഫൈനൽ മാച്ചുകളിൽ 4 ക്ലീൻ ഷീറ്റ്, 7 കിരീടവും അദ്ദേഹം ചൂടിയിട്ടുണ്ട്. സോ എമി മാർട്ടിനസ് എന്ന് പറഞ്ഞാൽ ഫൈനലുകളെ പ്രണയിച്ചവരാണ്. അതോടൊപ്പം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ക് കൂടി നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ്. അത് മറ്റാരുടേതുമല്ല, ഉനായി എമറിയുടേതാണ്. അദ്ദേഹം ഒരുപക്ഷെ യൂറോപ്പ ലീഗിനെ പ്രണയിച്ചുവെന്ന് അദ്ദേഹത്തെ വിളിച്ചാലോ. കാരണം 5ാമത്തെ യൂറോപ്പ ലീഗ് ടൈറ്റിലാണിത്. സെവിയയ്ക്കെതിരെ സെവിയയുടെ കോച്ചായപ്പോൾ 3 യൂറോപ്പ ലീഗ് കിരീടങ്ങൾ, ആസ്റ്റൺ വില്ലക്കൊപ്പവും VRLനൊപ്പവും ഓരോ യൂറോപ്പ ലീഗ് കിരീടങ്ങൾ. കിങ് ഓഫ് ദി കോമ്പറ്റീഷൻ യൂറോപ്പ ലീഗിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉനായി എമറിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.